ഹായ്, ഒട്ടും ഫീസ് ഇല്ലാതെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു ഒരു ഒരു വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറയാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ? നോക്ക്, അതിന് നിങ്ങളെ കുറ്റം പറയില്ല ഞാൻ. ഇന്ത്യയിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളും സ്ഥാപനങ്ങളും എടുത്താൽ പൊതുവെ ആ മേഖല ഭയങ്കര ചെലവേറിയ പഠന മേഖലയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT. ഓൾ ഇന്ത്യ തലത്തിൽ 18 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ദേശീയ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുണ്ട്. ഒരു ബാലികേറാമല എന്ന തോന്നലുള്ള ഒരു പരീക്ഷയാണത്. കഷ്ടപ്പെട്ട് മെനക്കെട്ട് അത് കിട്ടിക്കഴിഞ്ഞാലോ ഒരു വർഷം ചുരുങ്ങിയത് 2.5 ലക്ഷം രൂപയെങ്കിലും ഫീസ് വരും, വാർഷിക ട്യൂഷൻ ഫീസ് വരും. 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് അങ്ങ് തീരും അല്ലേ? അതുകൊണ്ട് അത് മാത്രമല്ല, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ എടുത്താലും ഇന്ത്യയിൽ പൊതുവെ ഫാഷൻ പഠനം എന്ന് പറയുന്നത് ഭയങ്കര ചെലവേറിയതാണ്. അതിനിടയിലാണ് ഞാൻ ചെലവില്ലാത്തൊരു കോഴ്സിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അങ്ങനെ ഉണ്ട്, 2 വർഷത്തെ കോഴ്സാണത്. KGTE സർട്ടിഫിക്കേഷനാണ്. കേരള സർക്കാരിന് കീഴിൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സായിട്ട് 2 വർഷത്തെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കേട്ടോ. അതൊരു തയ്യൽ പരിശീലനം, സൂചി തുന്നലും, ദെൻ ഡ്രസ്സ് വെറുതെ തയ്ക്കലും, ഇതൊക്കെ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വളരെ വ്യവസ്ഥാപിതമായിട്ട് പാറ്റേൺ മേക്കിങ്ങും ഗാർമെന്റ് ഡിസൈനിങ്ങും പാറ്റേൺ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഈ അപ്പാരൽ മേക്കിംഗ് ഒക്കെ കൂടി വരുന്ന വളരെ വ്യവസ്ഥാപിതമായ വളരെ പ്രൊഫഷണലായ ഒരു പ്രോഗ്രാമാണിത്. 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പും ഉണ്ട്. അപ്പൊ അതുമായിട്ട് അനുബന്ധമായ സ്ഥാപനങ്ങളിൽ പോയി ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടായിട്ട് ഇറങ്ങാൻ പറ്റും. രസകരമായ ഒരു വസ്തു എന്താണെന്നറിയോ? 1, 2, 10 അല്ല, കേരളത്തിൽ 126 സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ തന്നെ 42 സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ്. ഇവിടുത്തെ ഫീസ് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. നമ്മൾ ഈ പെർമനന്റ് ഫീ, ദെൻ ഫെസിലിറ്റീസിനുള്ള ഫീ എന്നൊക്കെ പറഞ്ഞ ചില വളരെ ചെറിയ ചെറിയ ഫീസുകൾ എല്ലാം കൂടി ഒരു 645 രൂപയേ ഉള്ളൂ. ഈ 645 രൂപ ഓരോ വർഷവും കൊടുത്ത് 2 വർഷത്തെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സർക്കാർ സ്ഥാപനങ്ങളിലാണ്, 42 സർക്കാർ സ്ഥാപനങ്ങളിൽ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ എന്തായാലും 15,000 രൂപ വാർഷിക ഫീ ഉണ്ട്. അപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റിലാണ് വിളിക്കുക. ഈ വർഷത്തത് ഓഗസ്റ്റ് 23 ആണ് ലാസ്റ്റ് ഡേറ്റ്. തെരഞ്ഞെടുപ്പ് 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആർക്കും അപേക്ഷിക്കാം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അപേക്ഷിക്കാം. ദെൻ ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. പോളി അഡ്മിഷൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട്, പോളി അഡ്മിഷന്റെ സൈറ്റിൽ കയറിയാൽ മതി. polyadmission.com കയറി FDGT എന്ന് പറയും, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യും. ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ആകെ 100 രൂപയെ ഫീസ് ഉള്ളൂ. then ആ ഫീസ് അടച്ച് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമുക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കാം. ഓരോ സ്ഥാപനങ്ങളിലും 24 സീറ്റ് വീതമുള്ള, ചില സ്ഥാപനങ്ങളിൽ 48 സീറ്റ് ഉണ്ട്. ഇതാണ് അവസരം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയേ, ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ മേഖല പൊതുവെ എന്താണ്, ഒരു ഓണ്ടർപ്രണോറിയലാണ്. ഒരു എന്റർപ്രൈസിങ് ആയ ഒരു ബിസിനസ് സ്കില്ലൊക്കെ ഉള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അല്ലാതെ തന്നെ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ മേഖലയിൽ നമുക്ക് വർക്ക് നേടുകയും ചെയ്യാം. അപ്പൊ വലിയ ഫീസ് ഇല്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ, ഒരു ബാലികേറാമല എന്ന് തോന്നുന്ന രീതിയിലുള്ള ദേശീയ പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ തികച്ചും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം, പ്രവേശനം നേടാം, നല്ല കരിയറിലെത്താം. എല്ലാവരും നല്ല കരിയറിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.